ഹായ് ഫ്രണ്ട്സ്, എന്ത് ഭംഗിയാണല്ലോ അംബർല കാണാനായിട്ട്. അംബർല കൊണ്ടുള്ള ഒരു ബീച്ചിലേക്ക് നമുക്ക് പോയാലോ? നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ നിന്ന്, അതായത് നമ്മുടെ ഷെയ്ഖ് സൈദ് മോസ്കിൽ നിന്നും ഏകദേശം ഒരു 6 to 8 കിലോമീറ്റേഴ്സ് മാത്രമേ ഇവിടേക്കുള്ളൂ കേട്ടോ. മോർണിംഗ് ഒരു 5 to 7 അല്ലെങ്കിൽ ഈവനിങ് ആഫ്റ്റർ 5 o'clock ഇവിടേക്ക് വരുവാണെങ്കിൽ ആ ഒരു ചൂടിൻ്റെ ഒരു ഫീൽ ഇല്ലാണ്ട് തന്നെ ആ ബീച്ചിൻ്റെ ഭംഗി ആസ്വദിക്കാനും അതുപോലെ തന്നെ മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാനുമായിട്ട് പറ്റും അവിടെ. നമ്മൾ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മുടെ ഏറ്റവും വലിയൊരു തലവേദന അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് പാർക്കിംഗ് ആയിരിക്കും. ഞാനിവിടെ മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം, ഇവിടെ പാർക്കിംഗ് ഫസ്റ്റ് 1 hour നമുക്ക് ഫ്രീ ആണ്. അതിനുശേഷം നമ്മൾ 10 dirham പേ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇവിടേക്കൊന്ന് നോക്കൂ, ഇവരുടെ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റഗ്രാം പാരഡൈസ് തന്നെയല്ലേ. ഒരു 1 month ഇൻസ്റ്റഗ്രാം ഭരിക്കാനായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ആ പേര് പോലെ തന്നെ അംബ്രലയാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. ആ കളർഫുൾ അംബ്രലാസും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഫോട്ടോ ഫ്രെയിംസും പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടുത്തെ. ഇതൊക്കെ നമുക്ക് വേറെ ഒരു ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. ഒരുപാട് ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഈവനിങ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് വെർത്തബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഫുജൈറ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അംബർല ബീച്ചിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കണം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് വേറൊരു എക്സ്പീരിയൻസ്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഫീലൊക്കെ തോന്നുന്നില്ലേ? ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ പോവല്ലേ നമുക്ക്? അയ്യോ സോറി, നിങ്ങളിവിടെ ഇരിക്കും, നിങ്ങൾ ഫുജൈറ അംബർല ബീച്ചൊക്കെ കണ്ടുപിടി ഇരിക്കും. ഇതിനടുത്ത് തന്നെ ഒരു ഫുജൈറ കോർണിഷ് ഉണ്ട്, അതെങ്ങനെ ഉണ്ടെന്നും ഞാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ നെക്സ്റ്റ് കോർണിഷിലെ വിശേഷങ്ങളുമായി ഞാൻ വരാം. അതുവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.